ഒരു മനുഷ്യന് ഇത്രയും ഉയരത്തിലേക്ക് പറന്നുയരാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ പതിച്ച താഴ്വരയുടെ ആഴം എത്ര വലുതായിരിക്കണം. മുംബൈ ഇന്ത്യൻസിന്റെ അമരക്കാരനായി അവനെ തിരികെ എത്തിക്കുമ്പോൾ ഒരു തലമുറ മാറ്റം മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഓണർ നിത അംബാനിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. രോഹിത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഹാർദിക്കിന് ഒരു ശാപം കിട്ടിയ മാണിക്യം പോലെയായി. പിന്നീട് വാങ്കഡയിലയാളെ പച്ചത്തെറി വിളിച്ചും കൂകിക്കളിയാക്കിയും ആ മനുഷ്യനെ ഇല്ലാതാക്കി. ചോര പൊടിയുന്ന വേദന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അയാളെ കാർന്നു തിന്നൊരു IPL സീസൺ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ക്യാപ്റ്റൻസിയിലും സമ്പൂർണ്ണ പരാജയം. ഗുജറാത്ത് ടൈറ്റൻസിൽ അവന് ലഭിച്ച സ്വീകാര്യത മുംബൈ മണ്ണിൽ നഷ്ടപ്പെട്ടതിന്റെ അനന്തരഫലം. വ്യക്തിഗത ജീവിതത്തിലെ പാകപ്പിഴകൾ കൂടി ഹാർദിക്കിന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലേക്ക് അവനെ തള്ളിവിട്ടു. മുംബൈയിൽ നഷ്ടപ്പെട്ടു പോയ സർഗവസന്തങ്ങൾ കരീബിയൻ മണ്ണിൽ അയാൾ തിരികെ പിടിച്ചിരിക്കുന്നു. ഹെൻറിച്ച് ക്ലാസൻ എന്ന ഗോലിയാത്തിന്റെ മുന്നിലേക്ക് രോഹിത് അയച്ച ദാവീദായിരുന്നു ഹാർദിക് ഇന്നലെ. ഹാർദിക്കിനെ പന്തേൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ടീം ഇന്ത്യ വീണ്ടും ഫൈനലിൽ മുട്ടുമടക്കും. കണക്റ്റഡ് ഷോട്ടുകളും ഗാലറിയെ ചുംബിക്കുന്ന സിക്സറുകളുമായി നിൽക്കുന്ന ക്ലാസിന് മുന്നിലേക്ക് ആദ്യ ബോൾ തന്നെ വൈഡ് ലൈനിൽ പന്തെറിയാനുള്ള ഹാർദിക്കിന്റെ തീരുമാനം എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഹാർഡ് ഹിറ്റർ ക്ലാസിന് ആ ബോളിൽ പിഴയ്ക്കുന്നു. അതെ, ദ മിറാക്കിൾ ഓഫ് ഫൈനൽ ഹാസ് ബീൻ ഡൺ ദെയർ. മത്സരത്തിലേക്ക് ടീം ഇന്ത്യയെ ആ ഒരൊറ്റ ഓവറിൽ തിരികെ എത്തിക്കുമ്പോഴും ഒരു വശത്ത് നിലയുറപ്പിച്ച മില്ലർ, അവസാന ഓവറിൽ 16 എന്ന ടാർഗറ്റും മില്ലർ എന്ന ഫിനിഷറും. ബൗളിങ്ങിനായി രോഹിത്തിന്റെ ഗോലിയാത്തും എത്തുന്നു. ഹാർദിക്കിന്റെ ഫുൾഡോസറിൽ മില്ലറിന്റെ ഉയർന്നു പൊങ്ങിയ ആ ബോളിൽ 140 കോടി ജനങ്ങളുടെ ഹൃദയമിടിപ്പും അലിഞ്ഞു ചേർന്നു. ബൗണ്ടറി ലൈനിൽ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്യാച്ചിൽ ഫൈനലിൽ സൂര്യകുമാർ തന്റേതായ മുദ്ര പതിപ്പിച്ച് അത്ഭുതകരമായ മിൽവഴക്കത്തോടെയും മനസാന്നിധ്യം കൊണ്ട് മില്ലർ എന്ന പോരാളിയെ പുറത്താക്കുന്നു. അപ്പോഴും പ്രഭാടയ്ക്ക് അനുകൂലമായ ഒരു കാറ്റ് ബാർബഡോസിൽ വീശുന്നുണ്ട്. പ്രഭാടയും കൂടാരം കയറ്റി തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ യോദ്ധാവ് ഇന്ത്യക്കായി കിരീടം നേടിത്തരുന്നു. അപ്പോഴേക്കും അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നു. ആ കണ്ണുനീർ തുള്ളികളിൽ എല്ലാം അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു. കലങ്ങിയ കണ്ണുകളുമായി ആ പുൽമൈതാനത്ത് നിലയുറപ്പിക്കുന്ന ഹാർദിക്ക് പ്രതീക്ഷയറ്റുപോയ ഓരോ മനുഷ്യരുടെയും പ്രതീക്ഷയാവുന്ന കാഴ്ചയായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത ആ പോരാളിയെ കെട്ടിപ്പിടിച്ച് രോഹിത് ഒരു മുത്തം കൊടുക്കുന്ന അതിവൈകാരികമായ നിമിഷങ്ങൾ നാം ഇന്നലെ TV സ്ക്രീനുകളിലൂടെ കണ്ടു. അവസാന T20 മത്സരം ഇന്ത്യക്കായി പൂർത്തിയാക്കിയ രോഹിത്തും കോഹ്ലിയും കൊച്ചു ദ്രാവിഡും മാത്രമല്ല ക്രിക്കറ്റുള്ളിടത്തോളം കാലം ഈ 140 കോടി ജനങ്ങളും മറക്കില്ല നിങ്ങളെ.